ADHD അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറിനെ കുറിച്ച് നമ്മൾ പലരും കേട്ടിട്ടുണ്ടാകാം. ഒന്നുകിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി, ഇത് രണ്ടും ചേർന്നിട്ടുള്ള ലക്ഷണങ്ങളും ഒരു കുട്ടിയിൽ തന്നെ കണ്ടേക്കാം. ഇനി എന്താണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ആയിട്ടുള്ള കുട്ടികൾ കാണിക്കുന്ന പ്രധാന ലക്ഷണങ്ങൾ? ശ്രദ്ധക്കുറവ്, പറയുന്ന കാര്യങ്ങൾ മുഴുവനായി കേൾക്കാനുള്ള ബുദ്ധിമുട്ട്, കാര്യങ്ങൾ മറന്നു പോകുക, പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവുക എന്നതൊക്കെയാണ്. ഇനി എന്താണ് ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികൾ കാണിക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ? ശ്രദ്ധക്കുറവ് കൊണ്ട് തെറ്റുകൾ വരുത്തുക, പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കാതിരിക്കുക, സാധനങ്ങൾ മറന്നു വെക്കുക, ഒരു സ്ഥലത്ത് അധിക നേരം അടങ്ങിയിരിക്കാനുള്ള ബുദ്ധിമുട്ട്, അമിതമായി സംസാരിക്കുക എന്നിവയൊക്കെയാണ്. ഇവർക്ക് വേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ്. പഠന സമയത്ത് കുട്ടികളുടെ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കാം. 2. അക്നോളജ് പോസിറ്റീവ് ബിഹേവിയർ. അവർ ചെയ്യുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ബിഹേവിയറിനെ മാക്സിമം പ്രൈസ് ചെയ്യാൻ ശ്രമിക്കുക. പ്രൊവൈഡ് സീറ്റ് ബ്രേക്സ്. ക്ലാസ് റൂമിൽ മൂവ്മെന്റ് ബ്രേക്കിനോടൊപ്പം അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കാം. ഉദാഹരണത്തിന് ബ്ലാക്ക് ബോർഡ് ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് സ്റ്റുഡൻസിന്റെ ബുക്ക് കളക്ട് ചെയ്യാനോ ഒക്കെയുള്ള ചാൻസുകൾ കൊടുക്കാം. ബി ഫേം. ഡോണ്ട് അലോ ദ ചൈൽഡ് ടു എസ്കേപ്പ് ഫ്രം എ ടാസ്ക് ദാറ്റ് യു നോ ഹി ഓർ ഷീ ഈസ് കേപ്പബിൾ ഓഫ് പെർഫോമിങ്. ഈ ഡിസ്കസ് ചെയ്ത ഈ ഒരു ലക്ഷണങ്ങൾ നിങ്ങളുടെ കുട്ടിയിലും കണ്ടിട്ടുണ്ട് എങ്കിൽ അവരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ്ങിലൂടെ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടൊരു അറ്റൻഷൻ കൊടുക്കുന്നത് വഴി നമുക്ക് മെയിൻ സ്ട്രീമിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും.